നമസ്കാരം. ആലപ്പുഴയെ നടുക്കിയ രാത്രിയാണ് ഇക്കഴിഞ്ഞു പോയത്. സിനിമ കാണാനായി പുറത്തിറങ്ങിയ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴ കൈചൂണ്ടിമുക്കിലെ പാൻ സിനിമാസിലേക്കായിരുന്നു അവരുടെ ആ യാത്ര. കാറിൽ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് ഹൈവേയിൽ കയറി വലതുഭാഗത്തേക്ക് തിരിയുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സൂചനയുണ്ട്. ഹൈവേയുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഇട റോഡിലൂടെ ചങ്ങനാശ്ശേരി റോഡിലെത്തി ഹൈവേയിലേക്ക് കയറുകയായിരുന്നുവെന്നാണ് സൂചന. ഇതിനിടെ കനത്ത മഴയിൽ കാഴ്ച പോയി. മഴയും ഇരുട്ടും എതിരെ വന്ന വാഹനം കാണുന്നതിന് തടസ്സമായതാണ് ആലപ്പുഴ കളർകോട് അപകടമുണ്ടാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. കാർ വന്ന് ഇടിച്ചതിനിടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരി ചില്ലിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. കാർ വെട്ടിപ്പൊളിച്ച വിദ്യാർത്ഥികളെ പുറത്തെടുക്കുമ്പോൾ കാർ ഓടിച്ചിരുന്നയാൾക്ക് മാത്രമാണ് അല്പം ബോധമുണ്ടായിരുന്നത്. ഇയാളിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണെന്നുള്ള വിവരം ലഭിച്ചതും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് മരിച്ചത്. മലപ്പുറം സ്വദേശി ദേവാനന്ദൻ, ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിം, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, പാലക്കാട് സ്വദേശി ശ്രീദീപ്, കണ്ണൂർ സ്വദേശി മുഹി അബ്ദുൾ ജബ്ബാർ എന്നിവരാണ് മരിച്ചത്. കൊല്ലം സ്വദേശി ആനന്ദ് മനു, എടത്തുറ സ്വദേശി ആൽവിൻ ജോർജ് എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, ചവറ സ്വദേശി മുഹ്സിൻ മുഹമ്മദ്, ഷൈൻ ഡെൻസ്റ്റൺ, എറണാകുളം സ്വദേശി ഗൗരി ശങ്കർ എന്നിവർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള ടവേര കാർ വാടകയ്ക്കെടുത്തായിരുന്നു അവരുടെ യാത്ര. 8 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനത്തിൽ 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമ കാണാൻ തിരിച്ച സംഘത്തിൽ 13 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 11 പേർ കാറിലും 2 പേർ ബൈക്കിലുമായിരുന്നു. രാത്രി 9:30-നും 9:45-നുമുള്ള പുതിയ സിനിമകളിൽ ഒന്ന് കാണുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തിയേറ്ററിലേക്ക് 4 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അപകടം നടന്നയുടൻ രക്ഷാപ്രവർത്തനം തുടങ്ങി. കായംകുളം രജിസ്ട്രേഷനിലുള്ളതാണ് കാർ. കാർ നേരെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നില്ലെന്നും റോഡിൽ തെന്നി നീങ്ങിയ ശേഷം കാറിന്റെ മധ്യഭാഗം ബസ്സിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നവർ, കൽപ്പടികളിൽ മുഖം കുനിച്ചിരുന്ന് തേങ്ങുന്നവർ, അപകടത്തിൽ മരിച്ചവരാരാണെന്ന് അറിയാൻ തടിച്ചുകൂടിയവർ, കരളലിയിക്കുന്ന കാഴ്ചകളാണ് തിങ്കളാഴ്ച രാത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കണ്ടത്. മെഡിക്കൽ പഠനത്തിന്റെ വിരസതയകറ്റാൻ കളികളും വിനോദങ്ങളുമൊക്കെയായി കൂട്ടുകാർ ഒത്തുചേരുക പതിവ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ വൻ ദുരന്തമായപ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാകാതെ പൊട്ടിക്കരയുകയായിരുന്നു മറ്റു വിദ്യാർത്ഥികൾ. ആലപ്പുഴ പട്ടണത്തിലെ തിയേറ്ററിൽ സിനിമ കാണാനായി പോയ 13 പേരാണ് തിങ്കളാഴ്ച രാത്രി പുറപ്പെട്ടത്. അപകടത്തിൽ 3 പേർ മരിച്ചെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. പിന്നീട് അത് 5 ആയി. വിവരം അറിഞ്ഞതോടെ ഹോസ്റ്റലിലും മറ്റു താമസ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തി. അരമണിക്കൂറോളം എടുത്താണ് കാർ വെട്ടിപ്പൊളിച്ച് യുവാക്കളെ പുറത്തെടുത്തത്. കാറിന്റെ മധ്യഭാഗത്തായി ഇരുന്നവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. 4 പേർ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചതെന്നും വിവരമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കായംകുളത്തേക്കുള്ള KSRTC ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറിയ ടവേര കാർ വളരെ പണിപ്പെട്ടാണ് നാട്ടുകാർ പുറത്തേക്ക് വലിച്ചെടുത്തത്. അപ്പോഴേക്കും അഗ്നിരക്ഷാസേനയും എത്തി. കയറും കട്ടറും ഉപയോഗിച്ച് KSRTC ബസ്സിൽ നിന്ന് കാർ വേർപെടുത്തി. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് കാറിലുണ്ടായിരുന്ന ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ തന്നെ അവന്റെ ബോധം മറഞ്ഞു. കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിലെ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞ വാക്കുകളാണിത്.
വലിയ ഒച്ച കേട്ടെങ്കിലും ആദ്യമാരും അത്ര ശ്രദ്ധിച്ചില്ല. എന്നാൽ പിന്നീട് കേട്ട നിലവിളിയിലാണ് എല്ലാവരും വീട് വിട്ടിറങ്ങാൻ കാരണമായതെന്ന് പരിസരവാസിയായ ഒരാൾ പറയുന്നു. ഓടിയെത്തുമ്പോൾ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നവരെല്ലാം ബോധം കെട്ട അവസ്ഥയിലായിരുന്നു അത്രേ. ഈ സമയം ഹൈവേയിലെ മുഴുവൻ വാഹനങ്ങളും നിർത്തി അതിലെ യാത്രക്കാരും ഡ്രൈവർമാരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടു. കനത്ത മഴയെ പോലും അവഗണിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും പറയുന്നു. നന്ദി.